അപ്പോൾ ഈ വിഷയം ഇന്നലെ ബഹുമാനപ്പെട്ട DIG മലപ്പുറത്ത് നടത്തിയ മൊഴിയെടുപ്പിൽ ഈ വിഷയം പ്രത്യേകമായി തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വൻ അഴിമതി പണമുണ്ടാക്കാനായിട്ട് SP-യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എൻ്റെ അന്വേഷണത്തിൽ ആ തരത്തിലുള്ള സർക്കാരിൻ്റെ ഒരു ഫണ്ടോ പെർമിറ്റോ ഒന്നുമില്ല. അപ്പോൾ ആ ബോർഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഒരു ഫലകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ സൂചനയാണ്. സാധാരണ സർക്കാരിൻ്റെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പെർമിഷന് എങ്ങനെ ഫണ്ട് വന്നു, എത്ര രൂപ ചെലവഴിച്ചു, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇനി പൊതുവിൽ പിരിച്ചെടുത്തതാണെങ്കിൽ അത് പ്രത്യേകം ആ ഫലകത്തിൽ എഴുതണം, അത് പ്രദർശിപ്പിക്കണം, ആ പണം തന്ന ആളുകളുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തണം. ഒന്നുമില്ല. അതായത് കഴിഞ്ഞ 3 ചില്ലാന വർഷക്കാലം ADGP അജിത് കുമാറിന്റെ ശിക്ഷനായി ഈ കൊള്ളക്കും കൊലക്കും ഈ തട്ടിപ്പിനും ഈ കള്ളക്കടത്തിനും ഒക്കെ കൂട്ടുനിന്ന് അതിന്റെ ഒരു നേർക്കാഴ്ചയായി അതിന്റെ ഒരു സ്മാരകമായി ഒരു കെട്ടിടം കോട്ടക്കൽ അങ്ങാടിയിൽ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് നിലനിൽക്കുകയാണ്. ഇതാണ് വെള്ളരിക്ക പട്ടണം എന്ന് പറയുന്നത്. ഇവരെന്താ മനസ്സിലാക്കിയത്? ഇത് ആരും ഒന്നും കാണില്ല. ലോകം അവസാനിക്കുന്നവരെ ADGP അജിത് കുമാർ, ഇവിടുത്തെ ADGPയും സുജിത് ദാസ്, അദ്ദേഹം റിട്ടയർ ചെയ്യുന്നവരെ ഇവിടെ SP-യും അതിന്റെ മോളെ എന്നോട് പറഞ്ഞതുപോലെ MLA-യുടെ വിനീത വിധേയനായി 25 വർഷം സേവനം ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അതൊക്കെയാണ് ഇതിന്റെ സാക്ഷ്യപത്രം. ആ പറഞ്ഞതിന്റെ ബാക്കി പത്രമാണ്. എന്തുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണത്തിന്റെ വിവരങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്തിയില്ല? ഇതൊരു വില്ലേജ് ഓഫീസിലോ ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു സർക്കാർ ആശുപത്രിയുടെ മുറ്റത്തോ ആണെങ്കിൽ ആരത് കൈകാര്യം ചെയ്യുക? അതിനവിടുത്തെ പൊതുപ്രവർത്തകരുണ്ടാവും, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകും, ആ നാടിലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടാവും, അതിനൊരു കമ്മിറ്റി ഉണ്ടാകും, അതിനൊരു പിരിവുണ്ടാകും, അതിനൊരു കണക്കുണ്ടാകും. അതൊക്കെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. ജനങ്ങൾക്ക് അതിൽ ഇടപെടാൻ കഴിയും, അത് അന്വേഷിക്കാൻ കഴിയും. ആ കമ്മിറ്റി ജനറൽ ബോഡി ഉണ്ടാവും, കണക്ക് അവതരിപ്പിക്കും ഈ കെട്ടിടം നിർമ്മിച്ച് പൂർത്തിയാകുമ്പോൾ. കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചതിന് ശേഷം PV അൻവർ MLA മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.